ഹായ് ഗൈസ്. സോ മുമ്പത്തെ സെഷനിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷനെ കുറിച്ച് ചെറിയൊരു ഡിസ്കഷൻ നടത്തിയിരുന്നു. ഇപ്പോൾ ആ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ചാലഞ്ചസ് ആണ് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ആലോചിച്ച് ഉണ്ടാക്കിയ കുറച്ച് പ്രോബ്ലംസും അത് ഏതൊക്കെയാണെന്ന് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. സോ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ഉള്ളത്. സോ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ഞാൻ കുറച്ച് സൊല്യൂഷൻസാണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് സൊല്യൂഷൻസാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ ചില സാധനങ്ങൾ എനിക്കറിയാത്ത കൊണ്ട് ഞാനിപ്പോൾ കറൻറ്റ്ലി ക്വസ്റ്റ്യൻ മാർക്കാണ് അതിലിട്ടിരിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ പോകെ ഞാനും പഠിക്കാം, അതോടൊപ്പം നിങ്ങളെ പഠിപ്പിക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മൾട്ടിപ്പിൾ പേജസ് റിക്വയർമെൻറ്റ് ഉണ്ട്. മോക്കപ്പ് നോക്കിയപ്പോൾ നമ്മൾ മുമ്പത്തെ മോക്കപ്പ് നോക്കിയപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് വെൽക്കം വേണം, പിന്നെ ലാൻഡിങ് പേജ് വേണം, പിന്നെ ലോഗിൻ പേജ് വേണം, പിന്നെ സൈനപ്പ് പേജ് വേണം, പിന്നെ ലോഗിൻ പേജ് വേണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓതൻറ്റിക്കേറ്റഡ് യൂസർക്കുള്ളൊരു ഡാഷ്ബോർഡ് പോലെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സ്ക്രീനും വേണം. സോ ഈ പേജസൊക്കെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ വെച്ചാൽ റിയാക്ട് റൗട്ടർ ഉപയോഗിച്ചായിരിക്കും. ഓക്കെ, സോ റിയാക്ട് റൗട്ടർ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആപ്ലിക്കേഷനിൽ. സോ ആ യൂസ് ചെയ്ത ആപ്ലിക്കേഷൻ റിയാക്ട് റൗട്ടറിനെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ UI നാവിഗേഷൻ മുഴുവൻ റിയാക്റ്റിൻ്റെ ജോബാണ്. സോ റിയാക്ട് റൗട്ടർ അതിൻ്റെ ലൈബ്രറി ആയതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി യൂസർ അക്കൗണ്ട്സ്, ഇമെയിൽ, പാസ്വേഡ് എന്നിവ MongoDBയിൽ നമുക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, സോ ഇമെയിൽ, പാസ്വേഡ് എല്ലാം ഡാറ്റാബേസിൽ സേവ് ചെയ്യണം. MongoDBയിൽ യൂസർ ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഏറെ ഹെൽപ്ഫുള്ളാണ്. അത് കഴിഞ്ഞിട്ട് GraphQL പ്ലസ് ഓതൻറ്റിക്കേഷൻ കോംപ്ലിസിറ്റി, അതൊക്കെ ഇവിടെ തുടങ്ങുന്ന GraphQLൻ്റെ റിയൽ ചാലഞ്ചസ് ആണ്. GraphQL നമ്മുടെ ഡാറ്റ എല്ലാം ഗ്രാഫ് സ്ട്രക്ചറിലാണ്. അവിടെ ഒരു നോഡും മറ്റൊരു നോഡുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, ഒരു യൂസർ തൻ്റെ പ്രൈവറ്റ് മെസ്സേജസ് മാത്രമേ കാണാൻ പാടുള്ളൂ, അവർക്ക് മറ്റുള്ളവരുടെ ഡാറ്റ ഒന്നും കാണാൻ പാടില്ല. റെസ്റ്റ് APIയിൽ ഇത് എളുപ്പമാണ് റെസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ GraphQL ഡാറ്റ ഇൻ്റർകണക്റ്റ് ആയതിനാൽ യൂസർ ക്വറി ചെയ്ത് മറ്റുള്ളവർ ഡാറ്റ ആക്സസ് ചെയ്യുന്നത് അത് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യണം. അതിനെന്താണ് GraphQL എലിജൻറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശദമായിട്ട് നോക്കേണ്ടതുണ്ട്. ഓക്കെ, അത് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നതാണ് ലേറ്റർ ഓൺ. പിന്നെ ഇൻപുട്ട് വാലിഡേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈനപ്പിന് ഓൾറെഡി നമുക്ക് വാലിഡേഷൻസൊക്കെ യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റ് ആണോ കൊടുക്കുന്നത്, ഇമെയിൽ ഓൾറെഡി ഡാറ്റാബേസിലുണ്ടോ, ഉണ്ടെങ്കിൽ അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യണം. പിന്നെ ഇമെയിൽ ഡാറ്റാബേസിൽ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് ഇമെയിൽ ഡാറ്റാബേസിലുണ്ടോ, പാസ്വേഡ് ശരിയാണോ എന്നൊക്കെ വാലിഡേറ്റ് ചെയ്യണം. സോ ഇൻപുട്ട് വാലിഡേഷൻ GraphQL എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് അതും ഗോ ത്രൂ ചെയ്യണം. ഓക്കെ, അത് ഇതുവരെ നമ്മളത് നോക്കിയിട്ടില്ല. സോ അതൊക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഓതൻറ്റിക്കേഷൻ എങ്ങനെയാ വെച്ചാൽ യൂസർ സൈനപ്പ് അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യുമ്പോൾ അവരെ നമ്മൾ ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. സോ അവർ ആപ്ലിക്കേഷനിലേക്ക് തിരിച്ച് വരുമ്പോൾ എന്ന് വെച്ചാൽ അത് വാലിഡേറ്റ് പിന്നെ ചെയ്യേണ്ടതുണ്ട്. സോ ഇതിനായിട്ട് നമ്മളെന്ന് വെച്ചാൽ പാസ്പോർട്ട് JS ആണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യണം. API വിളിക്കുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സോ അതൊക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നതാണ്. സോ പാസ്പോർട്ട് JS എന്ന് പറഞ്ഞാൽ നോഡിലുള്ള ഓതൻറ്റിക്കേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ലൈബ്രറിയാണ്. പക്ഷേ അത് GraphQLനായി ഡിസൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പാസ്പോർട്ട് JS പ്ലസ് GraphQL ഒന്നിച്ച് ശരിയായി വർക്ക് ചെയ്യുന്ന സൊല്യൂഷൻ എങ്ങനെയാണെന്ന് അതൊരു ചാലഞ്ചാണ്. അത് നമുക്ക് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ GraphQL കൊറിയ ആക്സസിൻ്റെ റെസ്ട്രിക്റ്റ് ചെയ്യൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇൻപുട്ട് വാലിഡേഷൻ GraphQL കോണ്ടെക്സ്റ്റിൽ പാസ്പോർട്ട് JS പ്ലസ് GraphQL ഇൻറ്റഗ്രേഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ഗോ ത്രൂ ചെയ്യണം. എല്ലാ പ്രോബ്ലംസിനും GraphQL വഴി സൊല്യൂഷൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലൈബ്രറീസ് ഹാക്ക് ചെയ്യാതെ ക്ലീൻ ആൻഡ് എലിഗൻറ്റ് രീതിയിലൊക്കെ എങ്ങനെ നമുക്ക് ഗോ ത്രൂ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഇനിയുള്ള വീഡിയോസിലൊക്കെ ചെക്ക് ചെയ്യാം. ഇനി നമുക്കൊരു ആർക്കിടെക്ചർ നോക്കാം. സോ ഇത്ര ക്വസ്റ്റ്യൻസാണ് എൻ്റെ മൈൻഡിലുള്ളത്. ഞാനത് ഗോ ത്രൂ അറിയുന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അറിയാത്ത ഇപ്പോൾ കറൻറ്റ്ലി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചേക്കുന്നതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ ഒരു ആർക്കിടെക്ചർ പോലെ നമുക്ക് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, സോ ആർക്കിടെക്ചറിൽ മുമ്പത്തെ പ്രൊജക്ട്സ് പോലെ തന്നെയായിരിക്കും, വലിയ വ്യത്യാസമൊന്നുമില്ല. ഡാറ്റാബേസ് MongoDB ആണ്, ഹോസ്റ്റഡ് MongoLabൽ ഹോസ്റ്റ് ചെയ്തേക്കുന്നത്. ലോക്കൽ സെറ്റപ്പ് ഒഴിവാക്കണമെന്നുണ്ട്, നമുക്ക് നോക്കാം അത്. പിന്നെ സർവർ നമ്മൾ യൂസ് ചെയ്യുന്നത് Express.js ആണ്. സോ MongoDB നമ്മൾ MongoLabൽ ഇട്ട് വെച്ചാൽ റിയൽ ടൈം ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നു യൂസ് ചെയ്യുന്നത്.
ലോക്കൽ സെറ്റപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊങ്കോ ലാബിൽ ഇത് ചെയ്യുന്നത്, ഹോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തൽക്കാലം. ഓക്കെ, പിന്നെ സർവർ എക്സ്പ്രസ് JS ആണ്. എക്സ്പ്രസ് ഗ്രാഫിക്കൽ ഇൻസ്റ്റൻസ് ഹോസ്റ്റ് ചെയ്യും. പിന്നെ ഫ്രണ്ട് എൻഡ് ബിൽഡ് ടൂളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെബ് പാക്കാണ്. ക്ലയൻറ്റ് സൈഡിൽ റിയാക്ട് അസറ്റ്സ് ഒക്കെ ബണ്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്ക് മുമ്പത്തെ പോലെ തന്നെ റിയാക്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ UI റെൻഡറിങ് പ്ലസ് ഇൻട്രാക്ഷൻസ് ഒക്കെ എന്ന് വെച്ചാൽ വെബ് പാക്ക് പ്ലസ് ഗ്രാഫിക്കൽ ബ്രൗസറിൽ യൂസർ ഇൻ്റർഫേസ് ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി യൂസർ ഓതൻറ്റിക്കേഷൻ GraphQL എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം അതൊക്കെ നമുക്ക് ഗോത്രൂ ചെയ്യണം. ഓതൻറ്റിക്കേറ്റഡ് യൂസേഴ്സിന് ഡാറ്റ ലിമിറ്റ് ചെയ്യാതെ എങ്ങനെ എന്നുള്ളത് നമുക്ക് അതും ചെക്ക് ചെയ്യണം. പിന്നെ ഓൾ ഡാറ്റാസ് ആർ കണക്റ്റഡ്, വൺ ക്വറി ക്യാൻ ആക്സസ് മെനി റിലേറ്റഡ് റെക്കോർഡ്സ്. അതുകൊണ്ട് യൂസർ ക്യാൻ ആക്സസ് ഓൺലി വാട്ട് ദേ ആർ ഓതറൈസ്ഡ് ഫോർ. സോ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. ഇതെല്ലാം നമ്മുടെ ചാലഞ്ചസ് ആണ്. അടുത്ത സെഷൻ നമുക്ക് ഈ ഓതൻറ്റിക്കേഷൻ ആപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ റാപ്പപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഗോ ത്രൂ ചെയ്തെന്നുള്ളൂ. ഇപ്പോൾ 2 ക്ലാസ്സായിട്ട് ജസ്റ്റ് ഗോ ത്രൂ ചെയ്തുള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് ഒരു പടി കാലെടുത്ത് വയ്ക്കാം ആപ്ലിക്കേഷനിലേക്കുള്ളത്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് ലോട്ട്, ബൈ.